നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന സീരിയൽ ആർട്ടിസ്റ്റും ക്രിസ് വേണുഗോപാൽ എന്ന് പറയുന്ന ആ രണ്ട് ദമ്പതികൾ തമ്മിലുള്ള വിവാഹം നമ്മൾ കണ്ടായിരുന്നു. കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാക്കപ്പെട്ട ഒരു വിവാഹമായിരുന്നു. കാരണം കണ്ടാൽ ഏറ്റവും പ്രായം തോന്നുന്ന ഒരാളാണ് കൃഷ് വേണുഗോപാൽ എന്ന് പറഞ്ഞ ആളെ, കൃഷ് എന്ന് പറഞ്ഞ വേണുഗോപാൽ എന്ന് പറഞ്ഞ, കാരണം അത്രയും പ്രായമുള്ള ഒരാളെ കിട്ടിയപ്പോൾ മുതൽ സോഷ്യൽ മീഡിയയിൽ അവരെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള വാർത്തകളും പ്രാധാന്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ പെൺകുട്ടി ദിവ്യ ശ്രീധർ എന്ന് പറഞ്ഞ ആ പെൺകുട്ടി വീഡിയോ പങ്കുവച്ചിരിക്കുവാണ്. എന്നെ ഗാർഹിക പീഡനം, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മുഖത്ത് പാടുകളും കാര്യങ്ങളും ഒക്കെയായി ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പറഞ്ഞു ഇതെല്ലാം അവര് ഡൈവേഴ്സായി. എന്തൊക്കെയായിരുന്നു അല്ലേ? മലപ്പുറം കത്തി, ഒലക്കട മൂട്, ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കട മൂട്. സംഭവം കൃഷ് വേണുഗോപാൽ എന്ന് പറയുന്ന ആള് ഈ പെൺകുട്ടിയെ, ദിവ്യ ശ്രീധർ എന്ന പെൺകുട്ടിയെ അടിച്ചു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന വാർത്ത. അവർ തമ്മിൽ ഡൈവേഴ്സിലേക്ക് എത്തി എന്നുള്ള വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വന്നേക്കുന്നത്. കഷ്ടം തന്നെ കേട്ടോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവരൊക്കെ എപ്പോഴും കാണുന്നത്, കാരണം ആ ഒരു നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇരുന്നൊരു ഫാമിലിയാണ്. എന്ത് പറ്റിയെന്നൊരു പിടുത്തമില്ല. വളരെ കഷ്ടമായിപ്പോയി, സാഡായി. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. നമുക്ക് ആ വിഷ്വൽ ഇട്ട് നോക്കാം. ദിവ്യ ശ്രീധരന്റെ വിഷ്വലാട്ടോ. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ID പങ്കുവച്ചതാ. നമുക്ക് നോക്കാം. മുഖത്ത് പാടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അത്രയുള്ള അത്ര സെക്കൻഡ് ഉള്ളു. പക്ഷെ എന്തൊരു കഷ്ടമല്ലേ. ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അല്ലെ. ഞാനത് സോഷ്യൽ മീഡിയയിൽ നോക്കി കാണുമ്പോഴൊക്കെ ഇത്ര അവർ ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും വളരെ ഹാപ്പിയോടെ ആ മകനെ സ്വീകരിച്ച് ആ പുള്ളിക്ക് ആകെപ്പാടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത്തിരി താടി ഉണ്ടായിരുന്നു അല്ലെ. ഒത്തിരി താടിയുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള വിഷയങ്ങളെ അദ്ദേഹത്തെ കാണാൻ ഒരു പ്രായം തോന്നുന്ന, അല്ലെങ്കിൽ പ്രായം തോന്നും ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പിയറൻസ്. അതാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ എന്നായാലും വളരെ മോശമായിപ്പോയി. നിങ്ങൾ ക്രിസ് വേണുഗോപാൽ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഒരു പെൺകുട്ടിയോട്, ഒരു ഭാര്യയോട് ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കാവോ? മുഖത്തെല്ലാം ഇവിടെയെല്ലാം രക്തമൊക്കെ ഒഴുകിയ പെൺകുട്ടി വളരെ സാഡായിട്ട് നിൽക്കുകയാണ്. എന്തൊരു കഷ്ടം അല്ലേ. ഇങ്ങനെയൊക്കെ നിങ്ങൾ അതിനെ ഉപദ്രവിക്കാവോ? കഷ്ടം. നമുക്ക് കുറച്ചു മുമ്പ് ദിവ്യ ശ്രീധർ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കാം. കുറച്ചു മുമ്പ് ഒരു 3 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിന് ആ പെൺകുട്ടിയല്ല, നമ്മളെക്കാളും പ്രായമുള്ളൊരു ചേച്ചിയാണ്. ആ ചേച്ചി സ്വന്തം സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം വഴി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് അതിൽ സംഭവം. ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം. മുറിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. അല്ലയോ രാജ് ടോക്കിന്റെ മുതലാളി, ഒരു പണിയും ഇല്ല അല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ അന്യന്റെ ജീവിതത്തിൽ കയറി കളിക്കാൻ? എടോ ഇതാ നോക്ക്, എന്റെ നെറ്റിക്ക് ഒരു കുഴപ്പമില്ല, കണ്ടില്ലേ? എന്റെ മുഖത്തിനോ എന്റെ ശരീരത്തിനോ എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടല്ലോ, പനിയായിട്ട് കിടപ്പാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തില് ഒരാളുടെ ജീവിതം വെച്ച് പന്താടുകയാണ്. ഇനിയും മനസ്സിലാകാത്ത ആളുകളോട് വേണ്ടിയിട്ടാണ്. ദിവ്യ ശ്രീധർ എന്ന പെൺകുട്ടി, ആ ചേച്ചി ദൂരദർശൻ ചാനലിൽ നടക്കുന്ന ഒരു സീരിയലിന് വേണ്ടി വേഷപ്പകർച്ച ചെയ്ത് അതിനുവേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ആ ചെയ്തത്. ആ ചെയ്തത് വെച്ച് കേരളത്തിലെ മുഴുവൻ ഇതുപോലെ റിവ്യൂ പറയുന്ന യൂട്യൂബർമാർ കംപ്ലീറ്റ് എടുത്തിട്ട് ആ ഫാമിലിയെ വലിച്ചു കീറുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ഇതുപോലത്തെ ചെറ്റത്തരം ചെയ്യാൻ ഒരുപാട് യൂട്യൂബർമാർ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം വെച്ച്? ആ പെൺകുട്ടി ചോദിക്കുന്ന, ആ ചേച്ചി ചോദിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പ്രധാന ബ്ലോഗറുടെ കാര്യവും അവർ പറയുന്നുണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന. സത്യസന്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കുക. നർമ്മം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നർമ്മത്തോടെ നമ്മളെല്ലാം വീഡിയോ ചെയ്യുന്നതാണ്. ആ നർമ്മത്തോടെ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അവരിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കുടുംബങ്ങളെ അല്ലെങ്കിൽ നന്നായി ജീവിക്കുന്നവരെ ഒരിക്കലും താറടിച്ച് കാണിക്കില്ല. ഇപ്പൊ കോമഡിയായി നിൽക്കുന്നവരോ അല്ലെങ്കിൽ
എപ്പോഴും അബദ്ധം ചെയ്യുന്നവരോ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ ആ വീഡിയോ ചെയ്യാം. അല്ലാതെ ഇതുപോലെ നന്നായി ജീവിക്കുന്ന ഫാമിലികളെയൊക്കെ തേജോവധം ചെയ്യേണ്ട എന്ത് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഈ വളർച്ച കീറി നിങ്ങളുടെ ഒരു റീച്ച് കിട്ടുക, നിങ്ങളുടെ യൂട്യൂബിലെ അക്കൗണ്ടിന് കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് ഒരു 10, 25,000, 30,000 പേര്, 1,00,000 പേര് കണ്ടാൽ നിങ്ങൾക്ക് ഒരു 5,000 രൂപ കിട്ടുമായിരിക്കും. ആ കുടുംബം അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഭയങ്കരം തന്നെയാണ്. അത് ആ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പൊട്ടോട്ടെ, ആ മനുഷ്യനും എങ്ങനെയെങ്കിലും ജീവിച്ചു പൊട്ടോട്ടെ. അവരുടെ ആ കുടുംബത്തിലേക്ക് ഇല്ലാത്ത നുണപ്പ കഥകളൊക്കെ ഉണ്ടാക്കി ആ കുടുംബത്തെ നാശത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇങ്ങനത്തെ ചെറിയ കേസ് കിട്ടുമതി അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെടുക്കാൻ ജീവിതത്തിൽ ചിലപ്പോൾ അവർ തമ്മിൽ എന്താ പറയണ്ട പരസ്പരം പിണങ്ങാനും ഈ ഒരു കാരണം മതി. ഇതുപോലത്തെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന അന്തിച്ചർച്ചകളും കാര്യങ്ങളും തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നതും ഒക്കെ. ഞാനിത് തുടക്കത്തിൽ ഇത് കാണിച്ചത് ഇത്രയും പേര് കാണിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തണം എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന്. ഇങ്ങനെ ആളുകളെ തേജോവധം ചെയ്തുകൊണ്ട് റീച്ച് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തിന്? വല്ലവന്റെയും കണ്ണീര് വീണ പണം നമുക്ക് എന്തിനാ മക്കളെ, അല്ലെ? വല്ലവന്റെയും ജീവിതം വലിച്ചു കീറി അവനെ നാണം കിടത്തിയിട്ട് ആ കുടുംബം നശിപ്പിച്ചിട്ട് കിട്ടുന്ന പണം നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല ജീവിതത്തിൽ ഒരിക്കലും. ഇങ്ങനത്തെ ഈ ചട്ടത്തരം കാണിക്കുന്ന കുറേ യൂട്യൂബർമാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വേണമെങ്കിൽ എടുത്ത് ചെയ്തോ. ഒരാൾക്ക് ഇഷ്ടം അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടന്നു എന്ന് ചെയ്യാൻ പാടില്ല. ഒരാൾ ഓപ്പൺ ആയിട്ടുള്ള പുസ്തകമാണെങ്കിൽ കുഴപ്പമില്ല. ഒരാൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുഴപ്പമില്ല. വിമർശനങ്ങൾ നല്ലതാണ്, പക്ഷെ ആ വിമർശനം മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു കൂടെ നിങ്ങൾ നോക്കണം. വെറുതെ കയറി ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം. ഇപ്പൊ ആ മക്കളൊക്കെ പ്രതിക്കൂട്ടിലായില്ലേ? മക്കളൊക്കെ അതിന്റെ വ്യക്തിമായി, പ്രതിക്കൂട്ടിലല്ല വ്യക്തിം. അതിന്റെ ഒരു എന്നാ പറയണ്ടേ, അതിന്റെ ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ അവർ സ്കൂളിൽ ചെല്ലുമ്പോൾ അവരുടെ പിള്ളേർ ചോദിക്കൂലേ, ഒന്നും അറിയാത്ത മക്കൾ ചോദിക്കൂലേ ആ പിള്ളേരോട്, നിന്റെ അപ്പനും അമ്മയും കൂടി തല്ലിപ്പിരിഞ്ഞല്ലേ, അടിയുണ്ടാക്കിയല്ലേ? ഉണ്ട്, ഇങ്ങനെ ആളുകളുണ്ടെന്നേ സമൂഹത്തിൽ. ഇങ്ങനെയും മനുഷ്യരുണ്ട്, കുത്തി ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഈ കുത്തിപ്പറയലും കളിയാക്കലും ഒക്കെ നേരിടേണ്ട സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ ഉള്ളതാണ്. ഇവരെ പോലുള്ള ഹൈ പ്രൊഫൈലുള്ള ആളുകൾക്ക് ഒരുപാട് കണ്ണുകടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ വിവാഹം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ഇവരുടെ വിവാഹത്തെ വിവാദമാക്കിയ യൂട്യൂബർമാരുണ്ട്. നിങ്ങൾ വിവാദമാക്കിക്കോളൂ, നിങ്ങൾ വീഡിയോ ചെയ്തോളൂ, പക്ഷെ ചെയ്യുമ്പോൾ കുറച്ച് സത്യസന്ധതയും കൂടെ കാണിക്കണം. അവരെ കീറി ഒട്ടിക്കുമ്പോൾ അവർക്കൊരു ജീവിതമുണ്ട്, അവരുടെ ഒരു ഫാമിലി ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ റീച്ച് ഉണ്ടാക്കുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഒരു കുടുംബം തകർത്തോണ്ടല്ല ചെയ്യേണ്ടത്. ആ പെൺകുട്ടിയെ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്ന് പറയാം. ഒന്നും കൂടെ നിങ്ങളത് കേട്ടു വയ്ക്കുക. ഞാൻ മിണ്ടുന്നില്ല, ഞാൻ പറയുന്നില്ല, നിങ്ങളത് കംപ്ലീറ്റ് ഒന്ന് കേട്ടോ. ചകഞ്ഞെടുത്ത് നിങ്ങൾ എനിക്കെതിരെ കുറെ മോശപ്പെട്ട രീതിയിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളെ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണോ എന്നെ അടിച്ച പാടുള്ളത്? താൻ കണ്ടോ എനിക്ക് അടിച്ച പാടുള്ളത്? എന്നെ അടിക്കുന്നത് താൻ കണ്ടോ? എന്റെ ലൈഫ് എങ്ങനെയാ പോകുന്നത് താൻ കണ്ടോ? ദൂരദർശനിൽ ടെലികാസ്റ്റ് കഴിഞ്ഞു. അതിന്റെ വെബ് സീരീസിന് എനിക്ക് മേക്കപ്പ് ചെയ്തതാണ്. മുരുകൻ ചേട്ടനാണ് എനിക്ക് മേക്കപ്പ് ചെയ്തത്. കാളപെറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുകയാണ്. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വന്നതുകൊണ്ട് നല്ലതുകൊണ്ട് ദോഷമുണ്ട്. നിങ്ങൾ നല്ലത് ഉൾക്കൊള്ളുക. ഇതൊക്കെ ട്രോളായിട്ട് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. എങ്കിൽ പോലും മറ്റുള്ളവരുടെ ജീവിതം വെച്ച് ട്രോളാക്കാതിരിക്കുക, അല്ലെ? നിഷ്കളങ്കമായി ഇങ്ങനെ താമസിക്കുന്ന, ഒരു പ്രശ്നങ്ങൾക്കും വരാത്ത, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അപ്പിയറൻസ് ഒന്നും ആഗ്രഹിക്കാത്ത ആളുകളെ വെറുതെ വിവാദത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അവരുടെയൊക്കെ ജീവിതം എന്തിനാ വലിച്ചു കീറുന്നത്? വളരെ മോശമായി. ഇപ്പൊ ഇങ്ങനെയൊക്കെ അക്കൗണ്ട് റീച്ച് ആകാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ഈ ചെയ്ത്തുകളൊക്കെ വളരെ മോശം കെട്ട കാര്യം. ആ പണമൊന്നും നമുക്കൊന്നും ഉപകാരപ്പെടില്ല. ഈ ഫാമിലി നന്നായി ജീവിക്കട്ടെ. കാരണം ഇവർ തമ്മിൽ ഇനിയും വിഷയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, അല്ലേ? ഫാമിലി ഇതുവരെ വിഷയമൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ച് ഞാൻ വിഷയം ഉണ്ടായെന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു വിഷയം അവരുടെ ഫാമിലിയിൽ ഇല്ല. അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഇത് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും ശരിക്കും പഠിച്ചിട്ട് വേണം ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്യുക. ആരെവിടെ ഞാൻ പറയുന്നറിയോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോടല്ല, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരാള് ഇങ്ങനെ തേജോവധം ചെയ്യരുത്, ഒരാളെ ജീവിതം നശിപ്പിക്കരുത്, നിങ്ങളായിട്ടൊരു കുടുംബം തകർക്കരുത്. എന്തിനാണ്? അങ്ങനെ കിട്ടുന്ന പണം നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. അപ്പോൾ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.